ഈ കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ ആദ്യത്തെ അർഹതയുള്ളയാൾ കോൺഗ്രസിൽ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണെന്ന് പറഞ്ഞ ആദ്യത്തെ ആളാണ് ടി ജി. അത് ടി ജി പറയാൻ മടിച്ചിട്ടില്ല. തിരുവഞ്ചൂർ പക്ഷേ സ്പീക്കർ ആവാനാണ് അദ്ദേഹത്തിന് യോഗം ഉണ്ടായത്. പക്ഷെ തിരുവഞ്ചൂര് സ്പീക്കർ എന്ന നിലയിലും അദ്ദേഹത്തിന്റെ പക്വതയും അദ്ദേഹത്തിന്റെ കാര്യശേഷിയും ഓരോ ദിവസവും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക, തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒടുവിൽ വന്ന ഇന്നിപ്പോൾ ഈ മറ്റു പത്രങ്ങൾ എന്തുകൊണ്ടോ അത് എക്സ്ക്ലൂസീവ് ആണെന്ന് തോന്നുന്നു. ഇന്ത്യൻ എക്സ്പ്രസിന്റെ പ്രധാനപ്പെട്ട വാർത്തയാണ്, തിരുവഞ്ചൂർ ഒരു പുതിയ പ്ലാൻ അവതരിപ്പിച്ചിരിക്കുന്നു. ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങൾക്ക് മാത്രമല്ല ചോദ്യം ചോദിക്കാൻ അവകാശമുള്ളത്, പൊതുജനങ്ങൾക്കും ഉണ്ട്. ഈ മെമ്പർമാരെ തന്നെ ജയിപ്പിച്ചയച്ച പൊതുജനത്തിന് സഭയിൽ ഒരു ചോദ്യം ഉയർത്തണമെന്ന് തോന്നിയാൽ അതിന് അവസരം കൊടുക്കണ്ടേ? അവരല്ലേ നമ്മുടെ യഥാർത്ഥ അധികാരികൾ എന്ന ചോദ്യമുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കേരള നിയമസഭയിൽ അങ്ങനെ ഒരു പക്ഷേ പല കാരണങ്ങളാൽ പ്രതിപക്ഷത്തോ ഭരണകക്ഷിയിലോ ഉള്ള അംഗങ്ങൾ ചോദിക്കാൻ ഇടയില്ലാത്ത ചോദ്യങ്ങൾ ജനങ്ങൾക്ക് നേരിട്ട് ചോദിക്കാൻ ഉള്ള ഒരു പദ്ധതി ആലോചിക്കുന്നു. അതിന് മുതിർന്നവരോടും നിയമവിദഗ്ധരോടും മുതിർന്ന പൗരന്മാരോടും ഒക്കെ കൂടിയാലോചനകൾ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞൊരു എക്സ്ക്ലൂസീവ് വരുന്നുണ്ട്. മറ്റെവിടെയും ഞാൻ ആ വാർത്ത കണ്ടില്ല. അതുകൊണ്ട് ആദ്യമായി ഒരു പക്ഷേ ആ വാർത്തയെക്കുറിച്ച് ഒരു മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ കമന്റ് ചെയ്യുന്ന ടി ജി ആയിരിക്കും. എനിക്കറിയാൻ താല്പര്യമുള്ളത് അത് സാധ്യമാണോ, ആവശ്യമാണോ? ഇപ്പോൾ നിലവിലുള്ള നിയമസഭാ ചട്ടം അതനുസരിച്ച് ഇങ്ങനൊരു പ്രൊവിഷനില്ല. നിയമസഭയിൽ ചോദ്യം ചോദിക്കാനുള്ള അവകാശം നിയമസഭാ സാമാജികന്മാർക്കുള്ളതാണ്. ഈ ജനങ്ങളുടെ ചോദ്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രതിനിധി അവിടെ ചോദിച്ചോളൂ. ജനങ്ങൾക്ക് നേരിട്ട് പ്രതിനിധി സഭയിൽ കയറി ചോദിക്കാനുള്ള പ്രൊവിഷൻ ഇപ്പം ഇല്ല, ചട്ടങ്ങളിലില്ല. അപ്പോൾ എങ്ങനെയാണ് തിരുവഞ്ചൂർ ഇത് സാധിക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിയമം മാറ്റം നിർമ്മിക്കേണ്ടി വരും, നിയമസഭാ ചട്ടങ്ങളിൽ മാറ്റം വരും. അത് മാത്രമല്ല, അത് ഭരണഘടനാ ഭേദഗതി വേണ്ടി വരുമോ? ഭരണഘടനാ ഭേദഗതിയൊന്നും വേണ്ട, നിയമസഭാ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയാൽ മതി. ഭരണഘടനാ ഭേദഗതി രാജ്യത്തെ ഏതെങ്കിലും നമ്മുടെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടോ? ഏതെങ്കിലും നിയമസഭയിൽ ഇല്ല. അപ്പൊ പിന്നെ മൗലികമായ മാറ്റമാണത്, പരിവർത്തനം, മൗലികമായ വിപ്ലവകരമായ സ്വാഗതാർഹമായ ഒരു ആശയമാണ് അല്ലേ? ആശയമാണ് അത്. പക്ഷെ നടപ്പിലാക്കാൻ ചില കടമ്പകളുണ്ട്. ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ, വളരെ പെട്ടെന്ന് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിലെനിക്കിപ്പോഴും അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടില്ല. ഈ ജനങ്ങൾ ചോദ്യം ചോദിക്കുക എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ജനങ്ങൾ അവിടെ നിയമസഭയിൽ പോയിട്ട് ചോദിക്കണമെന്നോ അതോ തപാൽ വഴിയോ ഇമെയിൽ വഴിയോ ചോദ്യം അയച്ചു കൊടുത്താൽ മതിയോ? അല്ലേ, അയച്ചു കൊടുത്താൽ ആ ചോദ്യങ്ങൾ വായിക്കുന്നത് ആരായിരിക്കും? സ്പീക്കർ വായിക്കുമോ? തുടങ്ങിയ സാങ്കേതികമായ കുറേ ചോദ്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഈ ആശയം വരുമ്പോൾ ജനങ്ങളുടെ മനസ്സിലും വരുന്ന സംശയങ്ങളാണ്. മാത്രമല്ല, ജനങ്ങളുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ നിസ്സാരമൊന്നുമല്ല സാർ. ഈ ഒരു ചോദ്യം ചോദിക്കുന്ന സ്വഭാവം പൊതുവെ ജനങ്ങൾക്കില്ല. പക്ഷേ സ്റ്റിൽ വിവരാവകാശ നിയമം വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ചോദ്യം കൊണ്ട് സർക്കാർ വിഷമിച്ചു. പല ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കാതെ തട്ടിക്കളിക്കുക ഇങ്ങനെയൊക്കെ വന്നു. കാരണം അസുഖകരമായ ചോദ്യങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നത്. തീർച്ചയായിട്ടും. മാത്രമല്ല, ചോദ്യം ചോദിക്കൽ തൊഴിലാക്കിയ RTI ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞ് കുറേ പേര് അങ്ങനെ ഇറങ്ങി. അവർക്ക് മനുഷ്യനെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. കൊച്ചി കോർപ്പറേഷനിൽ എത്ര തെങ്ങുണ്ട്, അതിൽ നിന്ന് എത്ര തേങ്ങ കിട്ടുന്നുണ്ട്? ചോദ്യം. എന്ത് ചെയ്യുന്നു? കൊച്ചി കോർപ്പറേഷനിൽ മനുഷ്യർ എത്രയുണ്ട് എന്ന് കോർപ്പറേഷൻ അറിഞ്ഞോളൂ. പിന്നെ അല്ലേ തെങ്ങ് അവിടെ ഇവിടെയൊക്കെ ഒറ്റ തെങ്ങായിട്ട് അതൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ റൈറ്റ് ആക്ടിവിസ്റ്റുകൾ അനിവാര്യമായ ചിലതും ചെയ്യുന്നുണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഈ RTIയിൽ നല്ലത് ചോദിക്കുകയും അതേസമയം ഉപദ്രവിക്കാനായിട്ട് RTI ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഇത് നിയമസഭയിലും സംഭവിക്കും. പൊതുജനങ്ങളോട് ചോദ്യം ചോദിക്കാൻ പറഞ്ഞാൽ ഈ ചോദ്യം ചോദിക്കൽ തന്നെ തൊഴിലാളിയായിട്ടുള്ള ഉത്തരം മുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവരുണ്ടാവാം. പക്ഷേ രണ്ട് സന്ദർഭങ്ങൾ ഞാൻ ടി ജിയോട് സംശയം ചോദിക്കും. എനിക്ക് ഈ വാർത്ത തിരുവഞ്ചൂരിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോൾ തോന്നിയ രണ്ട് സന്ദർഭങ്ങളെങ്കിലും അങ്ങനെ വേണ്ടതല്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന്, ഒരു നിയമസഭ കേന്ദ്രം കൊണ്ടുവരുന്ന ഒരു നിയമത്തിനോ ഭരണപരിഷ്കാരത്തിനോ എതിരായി സമ്പൂർണമായി എൻ ബ്ലോക്കായിട്ട് പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒരുമിച്ച് പ്രമേയം പാസ്സാക്കുന്ന അവസ്ഥയിൽ അതിനർത്ഥം ആ സംസ്ഥാനത്ത് ഇതല്ലാത്ത ഒരു സ്വരമില്ല എന്നാണോ?
തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാവുമല്ലോ. അത് സഭയ്ക്കകത്ത് മുഴങ്ങേണ്ടതല്ലേ ഒരു സന്ദർഭം. രണ്ടാമത്തെ സന്ദർഭം ഞാൻ പലപ്പോഴും ആലോചിച്ചത്, നിയമസഭാ അംഗങ്ങളുടെ ആനുകൂല്യങ്ങൾ കൂട്ടുമ്പോൾ ഭരണവുമില്ല, പ്രതിപക്ഷ കക്ഷിയില്ല. എന്നാൽ ഇവിടെ കർഷകൻ ആത്മഹത്യ ചെയ്യുന്നുണ്ടാവും, തൊഴിലാളി കഷ്ടപ്പെടുന്നുണ്ടാവും, പട്ടിണി കിടന്ന് മരിക്കുന്നുണ്ടാവും, ആദിവാസിക്ക് അന്നം ഉണ്ടാവില്ല, അവനെ അന്നം കട്ടു എന്ന് പറഞ്ഞ ആളുകൾ കൊല്ലുന്നുണ്ടാവും. ഈ സമയത്താണ് നിയമസഭാ സാമാജികർക്ക് ആനുകൂല്യങ്ങൾ കൂട്ടുന്നത്. അതിൽ ഇവരെല്ലാവരും ഒന്നാ. ഇത്തരം സന്ദർഭങ്ങളിലെങ്കിലും TG നമ്മുടെ പാവങ്ങളായ വോട്ടർമാർക്ക് ഈ നിയമസഭാ അംഗങ്ങളുടെ മുഖത്ത് നോക്കി ഒരു ചോദ്യം ഉയർത്താനെങ്കിലും അവകാശം കൊടുക്കേണ്ടതല്ലേ? അല്ല, മുഖത്ത് നോക്കി ചോദിക്കാനുള്ള അവസരം എങ്ങനെ കൊടുക്കും? അതിനർത്ഥം ഇയാൾ നിയമസഭയുടെ ഒരു ഭാഗമായിട്ട് മാറണം. എണീറ്റ് നിന്ന് ചോദ്യം ചോദിക്കണം. എവിടെ ഇരുത്തും ഇയാളെ? അപ്പോൾ അതിൻ്റെ സാങ്കേതിക അത് നിസ്സാര കാര്യമല്ല. ഇപ്പോൾ ഒരു 10,000 പേര് ഒരു ദിവസം ചോദ്യം ചോദിക്കാനുണ്ട്. എങ്ങനെ സ്ക്രീൻ ചെയ്യും സാർ? ഒരു 5 ചോദ്യം ഇതിൽ നിന്ന് സ്ക്രീൻ ചെയ്ത് എടുക്കണം. എന്ത് ചെയ്യും? എന്ത് മാനദണ്ഡം സ്വീകരിക്കും? അല്ലേ, വിസിറ്റേഴ്സ് ഗാലറിയിൽ ഇതേപോലെ അതുപോലെ സാർ നോക്കിക്കോളൂ. ഈ ഫെസിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൊളിറ്റീഷ്യൻസ് ആയിരിക്കും ചാടി വീണ് ഉപയോഗിക്കുക. ഓ ശരിയാണ്. കോൺഗ്രസിൻ്റെ വായടപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരും BJPക്കാരും, BJPയുടെ വായടപ്പിക്കാൻ ഇങ്ങനെ. ശരിയാണ്, അത് കേരളത്തിൻ്റെ വലിയ ശാപം. പിന്നെ ചോദ്യം എന്നുള്ള പേരിൽ പ്രസ്താവന തയ്യാറാക്കിയിട്ട് അറ്റത്തൊരു ചോദ്യചിഹ്നമായിട്ട് കൊടുക്കുന്നവർ. മറുപടിയാണത്. നിങ്ങൾ ഒരു വർഗീയ കക്ഷിയല്ലേ എന്ന് BJPയോട് ചോദിക്കുക. വർഗീയ കക്ഷിയാണ് ഒരു ചോദ്യം. ഇതുപോലത്തെ മിസ്ചീഫ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തിരുവഞ്ചൂരിന് ഇത് അറിഞ്ഞുകൂടായിട്ടൊന്നുമല്ല. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളും അതിനപ്പുറവും കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പ്രധാനമായിട്ട് എനിക്ക് ഇത് കേട്ടപ്പോൾ ആദ്യം എനിക്ക് തോന്നിയതുകൊണ്ടല്ലോ, തിരുവഞ്ചൂർ ഉള്ള സ്പീക്കർ സ്ഥാനം കൂടെ കളഞ്ഞു കുളിക്കും. ഇതുപോലത്തെ ഐഡിയ കൊണ്ട് ഈ അദ്ദേഹം മന്ത്രിയായിട്ടിരുന്നാൽ എടുക്കാൻ സാധ്യതയുള്ള തീരുമാനങ്ങളെ ഭയന്നിട്ടാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കുകയാണല്ലേ. ശരിക്കും പറഞ്ഞു, ഏത് വകുപ്പിലിട്ട് കഴിഞ്ഞാലും അവിടെ ഇതുപോലത്തെ നൂതനമായ ആശയങ്ങളും സംഗതികളും അത് കർശനമായിട്ട് നടപ്പിലാക്കുക. സ്വജനപക്ഷപാതം, അഴിമതി. സാറ് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചൊരു കോൺഗ്രസ്സുകാരനാണില്ല. ഒരു അഴിമതി ആരോപണം ആരും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. സത്യം. എന്തെങ്കിലും ഒരു പെണ്ണ് കേസ് വരണ്ടേ? വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂക്ഷിച്ച് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ആരുമായിട്ടും വാഗ്വാദത്തിനോ തല്ലുകൂടാനോ വിദ്വേഷത്തിനോ ഒന്നും പോകാത്ത മനുഷ്യൻ. അപ്പോൾ അങ്ങനെയുള്ള ആളിന് കർശനമായ തീരുമാനം എടുക്കാനും നടപ്പിലാക്കാനും പറ്റും. ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിൽ വനം മന്ത്രി ആയപ്പോഴും, ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴും, പിന്നെ റവന്യൂ മന്ത്രി ആയിരുന്നപ്പോഴും ഒക്കെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ കർശനമായ നിലപാടുകൾ എടുക്കും. അപ്പോൾ അത് കോൺഗ്രസ്സിൽ വലിയ ശ്വാസം മുട്ടലായിട്ടാണ് ഇത്തവണ ഇങ്ങനെ മുഖ്യമന്ത്രിയാക്കുന്നതോ പോട്ടെ, സ്പീക്കറാക്കുന്നത്. സ്പീക്കറിന് സ്പീക്ക് ചെയ്യാത്ത ഒരാളാണല്ലോ സ്പീക്കർ. അഥവാ ഏറ്റവും കുറഞ്ഞ സ്പീച്ച് അടിക്കുന്ന ആളാണ് സ്പീക്കർ. അങ്ങനെ വെച്ചിരിക്കുകയാണ്. അതിൽ അദ്ദേഹം ഇതുപോലത്തെ മാറ്റങ്ങൾ കൊണ്ടുവരാനൊക്കെ ആലോചിച്ചാലുണ്ടല്ലോ, നേരെ കൊണ്ട് ശല്യം. കാരണം ചോദ്യങ്ങളെയാണല്ലോ മനുഷ്യൻ എപ്പോഴും ഭയപ്പെടുന്നതും ചോദ്യങ്ങൾക്ക് സ്പേസ് കൊടുക്കുകയാണ് ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഈ നിയമസഭയിലുള്ള ചോദ്യം പോലെ ഇനി പുറത്തുനിന്ന് നാട്ടുകാരുടെ ചോദ്യം കൊണ്ടുവരുന്നോ? ഈ രീതിയിലാണ് എല്ലാവരും ഇതിനെ കാണാൻ പോകുന്നത്. മാത്രമല്ല, ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന MLA എൻജോയ് ചെയ്യുമല്ലോ. അവർക്കിങ്ങനെ ഓരോ ചോദ്യം ഭരണപക്ഷത്തേക്ക് അങ്ങ് ഇട്ടുകൊടുത്താൽ മതി. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രതിപക്ഷത്തിനോടൊരു ചോദ്യം പുറത്തുനിന്ന് വരുന്നു. താൻ വലിയ പുണ്യവാളം കളിക്കുന്നത്, താൻ എന്നതല്ലേ ചെയ്തതെന്ന് ചോദിച്ചിട്ട് ഓർമ്മിച്ചൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ കാറ്റ് പോകും. ഇങ്ങനെ സംഭവിക്കുമല്ലോ എന്ന് വിചാരിച്ച് സാറ് നോക്കി, ഈ 139 MLA ഇയാളെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലോ കേട്ടോ എന്ന് പറഞ്ഞ് ഗൂഢാലോചന തുടങ്ങും. തിരുവഞ്ചൂരിനെ നമുക്ക് മാറ്റണം എന്ന് തീരുമാനിക്കും. ഇന്ന് ഞാൻ ഭയക്കുന്നു. കേരളത്തിലെ പൊളിറ്റിക്സ് അങ്ങനെയാണ്. ഈ അസൗകര്യമുള്ള സത്യം പറയുന്ന ആളിനെ ആ സ്ഥാനത്ത് തന്നെ മാറ്റുക. അങ്ങനെ ഘട്ടത്തിലാണല്ലോ തിരുവഞ്ചൂരിനെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് മാറ്റിയത്. ഓർമ്മയില്ലേ ഈ TP ചന്ദ്രശേഖരൻ കേസിൽ? അതെ അതെ, മോഹനൻ മാഷ് വരെ എത്തിയപ്പോഴാണ്. അതെ, അതൊക്കെ സത്യം. അത് ആ മനുഷ്യന് ചെയ്യാൻ പറ്റുന്നത്, അങ്ങേർക്ക് ഈ ബാഗേജ് ഒന്നുമില്ല, അങ്ങേരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും സാധ്യമല്ല.
അതുകൊണ്ട് പുള്ളി നടപടിയെടുത്തു. പിന്നെ പുള്ളി ആ സ്ഥാനത്ത് നിന്ന് മാറ്റി കഴിയുമ്പോൾ പുള്ളി ബഹളമൊന്നും വയ്ക്കില്ല. അതാണ് ഒരു സൗകര്യം, മാറ്റാം. മാറ്റി പുള്ളി മാറിക്കൊടുക്കും, വേറെ ബഹളമൊന്നും വയ്ക്കില്ല. അതുകൊണ്ട് പുള്ളി ഒരു ജനാധിപത്യവാദിയും കൂടെയാണ്. മുഖ്യമന്ത്രിക്ക് എന്നെ മാറ്റാനുള്ള, വകുപ്പ് മാറ്റാനുള്ള അവകാശമുണ്ട്, ഞാനതിന് കീഴടങ്ങുന്നു. പിന്നെ എന്തുകൊണ്ട് മാറ്റി എന്നൊക്കെ ഉള്ളത് ജനങ്ങൾക്കറിയാം. അത് തിരുവഞ്ചൂരിൽ പറയേണ്ട കാര്യമില്ല. തിരുവഞ്ചൂർ ഇന്ന് വരെ പറഞ്ഞിട്ടുമില്ല TP കേസിൽ അന്വേഷണം നടത്തിക്കൊണ്ടാണ് എന്നെ മാറ്റിയതെന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ജനങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ അത് പ്രത്യേകം പറയേണ്ട കാര്യം. ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഗ്രൂപ്പുകളെ അധിക്ഷേപിക്കാറില്ല അല്ലേ? ഒരാളെ ഇല്ല എതിർ ഗ്രൂപ്പിനെ അധിക്ഷേപിക്കാനോ അങ്ങനെയൊന്നും പോകാറില്ല. എന്തായാലും തിരുവഞ്ചൂരിൻ്റെ TG എന്നും ആദരപൂർവ്വം മാത്രം സംസാരിച്ചിട്ടുള്ള തിരുവഞ്ചൂർ എന്ന നമ്മുടെ സ്പീക്കറുടെ, ആദരണീയനായ സ്പീക്കറുടെ തൊപ്പിയിൽ ഒരു പൊൻതൂവലായി തീരാവുന്ന ഒരു സംവാദത്തിന് കേരളം ഒരു നല്ല സജഷനാണത്. നടപ്പാക്കാൻ കുറെ അധികം തടസ്സം. എന്തായാലും ആദ്യമായി മലയാളിയുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ചർച്ച കൊണ്ടുവരും. ഒരുപക്ഷെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ത്യൻ സഭകൾ മൊത്തം എടുത്താലും അതിൻ്റെ ഒരു തുടക്കം, ഒരു പയനിയർ എഫേർട്ടായിരിക്കും ഇത്. അതിൻ്റെ റിസൾട്ട് പിന്നെ നമുക്ക് ബാക്കി സംസാരിക്കാം.